നമസ്കാരം. എവിടെ പഠിക്കണം? അത് 12ാം ക്ലാസ് വരെ ഒരു ചോദ്യമേ അല്ല. എന്നാൽ 12ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഏത് സ്ഥലത്ത് പഠിക്കണം, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം, അത് വളരെ വലിയൊരു ചോദ്യമാണ്. കാരണം പഠിക്കുന്ന കോഴ്സിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം വരും, ഏതൊക്കെ തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ ചുറ്റുപാടുമുണ്ട്? ഒന്നാമത് നമുക്ക് പ്രാമുഖ്യം കൊടുക്കാവുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ഹോട്ടൽ മാനേജ്മെന്റ്, ഫാർമസി, നിയമം, ക്രിയേറ്റീവ് ഫീൽഡ്സ് ആയ ഡിസൈൻ, ആർക്കിടെക്ചർ, എല്ലാ മേഖലകളിലും ഈ സ്ഥാപനങ്ങളുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് പാർലമെന്റിൽ പ്രത്യേക നിയമം മൂലം പാസ്സാക്കിയിട്ടുള്ള വ്യവസ്ഥകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇവയെല്ലാം. നമുക്ക് പരിചയമുണ്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ. ഐസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, IISc, എയിംസ്, IITകൾ, ദേശീയ നിയമ സർവകലാശാലകൾ, ഡിസൈൻ സ്റ്റഡീസ്, ഫാഷൻ ടെക്നോളജി സ്റ്റഡീസ്, കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ്, മീഡിയ സ്റ്റഡീസ്, ഇതിനെല്ലാ ഫീൽഡിലും ഈ സ്ഥാപനങ്ങൾ ഉണ്ട്. ഇവിടെ പഠിച്ചാലുള്ള ഗുണം, ഒന്ന്, ശ്രേഷ്ഠമായ ഒരു പഠന കാലഘട്ടം കിട്ടും. കോടിക്കണക്കിന് രൂപ ഗവൺമെന്റ് ബഡ്ജറ്റിൽ മാറ്റിവെച്ച് പ്രവർത്തനക്ഷമമാക്കിയിരിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇന്ത്യയിലെ മുൻനിര സ്ഥാപനങ്ങളാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന പഠനം മുൻനിര പഠനം ആയിരിക്കും. 2, മികച്ച പ്ലേസ്മെന്റ് കിട്ടും. നല്ല വേതനത്തോടും നല്ല പൊസിഷനിലും അത് ലഭിക്കും. 3, വിദേശത്ത് പഠിക്കാൻ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടത്തെ ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിച്ചവർക്ക് മുൻഗണനയും സ്കോളർഷിപ്പും ലഭിക്കും. 4, ഇവിടെ തന്നെ പഠിക്കാനും സ്കോളർഷിപ്പ് നേടാനും ഇത് സഹായിക്കും. 5, ലോകോത്തര മികവുള്ള പ്രൊഫഷണൽസ് ഇവിടെ നിന്നും വാർത്തെടുക്കപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾക്ക് നമുക്കൊരു പ്രാമുഖ്യം കൊടുക്കാം. അവിടെ എത്തിച്ചേരാൻ എൻട്രൻസ് പരീക്ഷകളുണ്ട്. വ്യത്യസ്തമായ സ്ഥാപനങ്ങൾക്ക് വ്യത്യസ്തമായ പരീക്ഷകളാണ്, അവരുടേതായ സെലക്ഷൻ രീതികളാണ്. അത് നോക്കി ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് നമ്മൾ സൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടാവുന്നതേ ഉള്ളൂ. അവിടെ കിട്ടിയില്ലെങ്കിൽ അടുത്ത നമ്മുടെ ലക്ഷ്യം ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ കൺട്രി. ഓരോ മേഖലയിലെയും ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയെന്ന് നോക്കണം. അത് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസും വരാം. അത് കഴിഞ്ഞാൽ UGCയുടെ NIRF റാങ്കിംഗ് ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്. അതിന്റെ ടോപ്പ് വരുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെ, മാറി മാറി വരും ഓരോ വർഷം തോറും, എങ്കിലും നമുക്കൊരു ഗൈഡ് ലൈൻ ആണ്. 4, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. ഇപ്പോൾ സെൻട്രൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ഏകദേശം 250-ലധികം സർവകലാശാലകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും സെലക്ഷൻ നടക്കുന്നത്. അത് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് നോക്കാവുന്നതാണ് ഓട്ടോണമസ് കോളേജസ്. സ്വയംഭരണ സ്ഥാപനങ്ങളാണ്, മികവുള്ള സ്ഥാപനങ്ങളായിരിക്കും തീർച്ചയായിട്ടും. അത് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓൺഡ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് ഓൺഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അത് കഴിഞ്ഞാൽ എയ്ഡഡ് സ്ഥാപനങ്ങൾ. അത് കഴിഞ്ഞാൽ സെൽഫ് ഫൈനാൻസിങ് സ്ഥാപനങ്ങൾ. അത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഈ ഒരു സീക്വൻസ് നമ്മുടെ മനസ്സിൽ വയ്ക്കുന്നത് നല്ലതാണ്. നമുക്ക് എവിടെ അഡ്മിഷൻ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ടോപ്പിൽ നിന്നും താഴേക്ക് വന്നാൽ നമ്മുടെ മികവൊന്ന് തെളിയിക്കുവാനും പരിശോധിക്കുവാനുള്ള ഒരു അവസരം കിട്ടും. അതിനായി എല്ലാവർക്കും കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.